ഹായ്. എന്നോട് 2-3 പേരൻസ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ടീച്ചറെ എനിക്ക് മാനസികമായി ഇപ്പം നല്ല പ്രയാസമുണ്ടെന്ന് പറയും. അപ്പം ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പം പറയുന്ന കാരണമെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ഫുൾ A+ കിട്ടിയിട്ടില്ല. അവൾ വിചാരിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഫുൾ A+ കിട്ടിയെന്നെ. നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. കുട്ടികൾക്ക് പല രീതിയിലാണ് കഴിവുകൾ. ഒരാളുടെ കഴിവായിരിക്കത്തില്ല മറ്റൊരാളുടെ കഴിവ്. A+ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മാനദണ്ഡം ഒന്നുമല്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ A+ കൊണ്ട് തീർന്നു പോകുന്നതാണോ നമ്മുടെ ജീവിതം? കുട്ടികൾക്ക് മുന്നോട്ടുള്ള പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. A+ എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ A+ വാങ്ങിക്കുന്നവരെ കുറ്റം പറയുകയല്ല. A+ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത അഡ്മിഷനുള്ള അല്ലെങ്കിൽ അടുത്ത എന്തിനാണോ നമ്മൾ പോകുന്നതിനുള്ള അഡ്മിഷന് വേണ്ടിയുള്ള പ്രത്യേക ഒരു കൂടുതൽ മാർക്കാണ്. അതിനുള്ള ഒരു മുന്നോടിയാണ് A+ എന്ന് പറയുന്നത്. പെട്ടെന്ന് അവർക്ക് അഡ്മിഷൻ കിട്ടും. അല്ലാതെ ഈ A+ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം. നമ്മൾ മുന്നോട്ട് പഠിച്ച് പോയി കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ നമ്മളൊരു പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഈ A+നെ കുറിച്ചൊന്നും ആരും ആലോചിക്കാറ് പോലുമില്ല. ആരും ചോദിക്കത്തില്ല നിനക്ക് 10ൽ അല്ലെങ്കിൽ +2ന് A+ ആയിരുന്നോ എന്നല്ല ചോദിക്കുന്നത്. നമ്മൾ ഇപ്പോഴേത് രീതിയിലാണോ നിൽക്കുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഏത് ഉയരങ്ങളിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ഒരു പൊസിഷൻ മാത്രമേ നമ്മളെ ആൾക്കാർ അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ A+ഓ B+ ഒന്നും നമ്മൾ അറിയേണ്ട ഒരു കാര്യമില്ല. നമ്മളങ്ങനെ ചിന്തിക്കാതിരിക്കുക. കുട്ടികളുടെ ഇഷ്ടമുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കുക. പലർക്കും പല രീതിയാണ്. പലർക്കും പല കോഴ്സുകളും പഠിക്കണമെന്നുണ്ട്. പക്ഷേ പേരൻസിന് അതിഷ്ടം അവരെ എൻജിനീയർ ആക്കണം, ഡോക്ടേഴ്സ് ആക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനല്ല. എൻജിനീയറും ഡോക്ടേഴ്സും IAS ഒന്നുമല്ല അവസാന ഭാഗം. ഒരുപാട് കോഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട് പഠിക്കാൻ. ഒരുപാട് കോഴ്സും. അത് കുട്ടികൾക്ക് എന്താണോ താല്പര്യം അവരുടെ കഴിവ് മനസ്സിലാക്കി അവരുടെ ഇഷ്ടം മനസ്സിലാക്കി കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കുക. അല്ലാതെ A+ എന്ന് പറഞ്ഞ് അവരെ ടോർച്ചർ ചെയ്യാതിരിക്കുക. A+ കിട്ടിയില്ലെന്ന് പറഞ്ഞ് മനസ്സ് വിഷമിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവരുടെ കഴിവനുസരിച്ച് അവർ മാക്സിമം വാങ്ങിക്കുന്നുണ്ട്. അതിനെ അവർ അംഗീകരിക്കുക. അല്ലാതെ അയൽ വീട്ടിലെ കുട്ടിക്ക് ഇത്ര കിട്ടി എൻ്റെ മോന് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ ദുഃഖിക്കാതിരിക്കുക. എൻ്റെ മോന് കിട്ടുന്ന അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് കിട്ടുന്ന പരമാവധി മാർക്ക് അവൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അവൾക്ക് എന്താണോ പഠിക്കാൻ ഇഷ്ടം അതിനെ പ്രാപ്തരാക്കുക. അല്ലാതെ A+ കിട്ടിയില്ലെന്ന് പറഞ്ഞ് കുട്ടികളെ വിഷമിപ്പിക്കാതിരിക്കുക. ഒരു A+ പോലും കിട്ടാതെ ജസ്റ്റ് പാസിൽ +2ന് മാർക്ക് വാങ്ങിച്ച കുട്ടി ഇപ്പോൾ PhD വരെ ഇട്ട് കോളേജിൽ പ്രൊഫസറായിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്ക്. +2ന് ജസ്റ്റ് പാസ് ഏതോ സബ്ജക്റ്റ് പോലും അതിന് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിട്ട് പോലും അതിൻ്റെ ആത്മവിശ്വാസം കൊണ്ട് അതിൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ട് കൊണ്ട് മിടുക്കനായി ഇപ്പം നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ A+ ഒന്നും അവർ അന്വേഷിക്കുന്നത് പോലുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക. അങ്ങനെ പറഞ്ഞ് കുട്ടികളെ ചെറുതാക്കാതിരിക്കുക. അവർക്ക് മുന്നോട്ടുള്ള പ്രോത്സാഹനം നമ്മൾ കൊടുക്കുക.